ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്, അവർ ഏത് പുണ്യപ്രവൃത്തിയാണ് ചെയ്തത്, എന്ത് തപസ്സാണ് ചെയ്തത്, വലിയ വലിയ ഋഷിമാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള ഈ സ്ഥാനം അവർ എങ്ങനെ നേടിയെടുത്തു എന്ന് ചോദിക്കുകയാണ്. ശ്വേതദ്വീപിൽ, അതായത് ഭഗവാൻ ക്ഷീരോദകശായ വിഷ്ണുവായിട്ട് ഇങ്ങനെ ശയിക്കുന്ന സമയത്ത് വേദങ്ങൾ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു. ആ സ്തുതിയിൽ ഭഗവാൻ സന്തുഷ്ടനായി. അപ്പം ഭഗവാൻ ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത് എന്ന് വേദങ്ങളോട് ചോദിച്ചു. അന്നേരം അപ്പോൾ വേദങ്ങൾ പറഞ്ഞു, അങ്ങ് ഭൗതിക മനസ്സിന്റെയും വാക്കുകൾക്കും അപ്പുറത്താണ്. അങ്ങയെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ അതീന്ദ്രിയ രൂപം, പുരാണങ്ങളിലൊക്കെ പറയുന്ന ആ സച്ചിദാനന്ദ രൂപം കാണിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ ഗോലോക വൃന്ദാവനം വേദങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. സച്ചിദാനന്ദ രൂപമൊക്കെ കാണിച്ചു കൊടുത്തു. വൃന്ദാവനം കാണിച്ചു കൊടുത്തു. വൃന്ദാവനത്തിലെ നികുഞ്ചങ്ങളും പല പല അവിടുത്തെ മനോഹാരിയതയും കാണിച്ചു കൊടുത്തു. ഗോവർദ്ധന പർവ്വതം കാണിച്ചു. യമുനാ നദിയും അതിസുന്ദരമായിട്ടുള്ള തടാകങ്ങളും താമരകൾ, പിന്നെ അരണ്യങ്ങൾ, ഇതെല്ലാം അവർ കണ്ടു എന്നുള്ളതാണ്. പിന്നെ ഭഗവാനെയും കണ്ടു. അതിസുന്ദര കൈശോര രൂപത്തിൽ ഭഗവാനെ കണ്ടു. ചുറ്റും ഒരുപാട് ഗോപികമാർ ഭഗവാന്റെ സേവനം ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു. ഇതിൽ കൂടുതൽ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം ഉടനെ വേദങ്ങൾ പറഞ്ഞു, കോടാനുകൂടി കാമദേവന്മാരെ കാട്ടി അങ്ങ് വളരെ സുന്ദരമായിട്ട് അങ്ങ് നമ്മൾ കണ്ടു. ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആകർഷണം തോന്നുകയാണ്. അങ്ങയുടെ ഒരു കാമുകിയാകാൻ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഗോപികമാരെ പോലെ ആകാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു, ഇത് അസാധ്യമാണ്, പക്ഷെ എന്നാലും ഞാനത് നിങ്ങൾക്ക് വേണ്ടി നടത്താം എന്ന് പറഞ്ഞു. ഇനി അടുത്ത ബ്രഹ്മസൃഷ്ടി വരുമ്പോൾ നിങ്ങൾ ഗോപികമാരാകും വ്രജത്തിലെ എന്ന് പറഞ്ഞു. മധുരാമണ്ഡലം ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ രാസനൃത്തത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ ബ്രഹ്മദേവനോട് പറഞ്ഞു, അന്നേരം കഴിഞ്ഞ കൽപ്പത്തിൽ അവർക്ക് അനുഗ്രഹം കിട്ടി, അതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഗോപികമാരാകുന്നതെന്ന് പറഞ്ഞു.